വീട്ടിൽ ചെന്ന് ഒരു കുളിയൊക്കെ പാസ്സായി കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സാറ് പുള്ളി വിളിച്ചിട്ട് സുബിൻ അവിടെ ഇത് എന്താണ് കാണുന്നത്? ഞാൻ ആകെ ടെൻഷൻ ആയി. സാറ് എന്ത് പറ്റി, എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഇത് ഇങ്ങനെ പറയണുള്ളൂ പുള്ളി, എന്താണ് നമ്മള് വേഗം വണ്ടി എടുത്ത് 100 പോയിട്ട് അവിടെ ഹാളിലെത്തി ചെന്ന് സാറേ എന്താ പ്രശ്നം, ഇത് കാണാം കേക്കിന്റെ സ്റ്റാൻഡ് പറഞ്ഞിറങ്ങില്ല, എന്താ പറയാ? ഞാൻ സാറ് സ്റ്റാഫിനോട് പറഞ്ഞാൽ പോലെ ഞാൻ നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യണ്ടേ. പുള്ളി അത് വളരെ കൂളായിട്ട് പറഞ്ഞങ്ങ് പോയി. ഞാൻ എവിടെന്നാ വന്നേന്നുള്ളൊന്നും പുള്ളി ചിന്തിക്കും. ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അവർ ഓർത്ത് വെക്കണം. പുള്ളി അത് ആ പേയ്മെന്റ് തന്ന സമയത്തും പറഞ്ഞു. നിങ്ങളവിടെ ഞാൻ രാവിലെ തൊട്ട് പുള്ളിയുടെ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു. Hello everyone, welcome to Your Story, Kerala's first wedding photography podcast where every untold stories finds its voice. നമുക്ക് ഇന്ന് ഒരു പേഴ്സണാലിറ്റി എനിക്കൊരു പേഴ്സണാലിറ്റി എന്ന് പറയണോ, ഒരു വണ്ടർഫുൾ പേഴ്സൺ എന്ന് പറയാൻ പറ്റുന്ന എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത്. 2011 ഞങ്ങൾ കണ്ട്, പിന്നെ ഹി വാസ് എ DJ, ദെൻ ഹി ടേൺഡ് ഔട്ട് ടു ബി event management ഒരു കമ്പനി തുടങ്ങി. Then the journey begins from there. Let's hear it from the Zubin Austin, one of the top leading company event management team right now which we have in the industry. Zubin. Yes, yeah bro. Yes, പറയൂ. 2009 onwards ആണ് DJയില് വന്നത്. അന്ന് DJ സാവിയോട് കൂടെയായിരുന്നു ഉണ്ടായത്. പഠിക്കാനായിട്ട് പുള്ളിയുടെ കൂടെ ജോയിൻ ചെയ്ത്. പിന്നെ അങ്ങനെ ഓരോ ഫ്രണ്ട്, അതിനകത്ത് DJ നീലുണ്ട്, മരിച്ചുപോയ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ ടൈമിൽ. അങ്ങനെ DJing ആണ് ഫോക്കസ് ചെയ്ത് പോയത്. അപ്പൊ DJ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്കും കല്യാണങ്ങൾക്കും എല്ലാത്തിനും നമ്മൾ DJ ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നല്ല. അപ്പൊ എല്ലാം ഇങ്ങനെ പോയി അങ്ങനെയാണ് ഈ ആക്ച്വലി ഈവന്റുകൾ കല്യാണങ്ങളിലേക്ക് വന്നത്. കല്യാണം അപ്പൊ നമ്മളപ്പോ എപ്പോഴും ഈ ഇവന്റ് പ്ലാനർ എന്നുള്ളൊരു മൂഡ് ഉണ്ടായില്ല. പക്ഷെ അന്ന് അതിന് ഇവന്റ് പ്ലാനർ എന്നുള്ളൊരു വിളി ഉണ്ടായില്ല. ഇപ്പൊ DJക്ക് വേണ്ടിയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പൊ പുള്ളി ചോദിക്കും, ക്ലയന്റ് ചോദിക്കും, അതെ നമുക്ക് ഒരു സ്റ്റേജ് ചെയ്യണ ആരെങ്കിലും അറിയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അറിയണ ആരെങ്കിലും ഒരാളെങ്കിൽ അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ പുള്ളി ചോദിക്കും, ബലൂണൊക്കെ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വെഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേ പരിപാടി എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. അങ്ങനെ ആണ് ഇതിന്റെയൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് കാര്യം ഇന്നിപ്പോ ഈ 2024 നിൽക്കുന്ന ഒരു ഇതിലല്ല അന്നത്തെ വെഡിങ്ങും അന്നത്തെ കാര്യങ്ങളാണ്. അപ്പൊ അബിയുടെ വെഡിങ്ങിന് അബിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അബി വെഡിങ് പ്ലാനർ ആയിട്ടില്ലായിരുന്നു, വീട്ടിലെ അമ്മാവനെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും ഏൽപ്പിച്ചേക്കണത് പരിപാടികൾ. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. ഈ ഇവന്റ് ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു എന്താ പറയാ ഒരു ക്ലാരിറ്റി ഒക്കെ വന്നത്. ഇവന്റ് പ്ലാനറും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറച്ച് ഇവന്റ് ക്യൂറേറ്റർ. അതെ, ഞാൻ ആക്ച്വലി എനിക്ക് താല്പര്യം ഇവന്റ് ക്യൂറേറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയപ്പെടണമെന്ന് താല്പര്യം. കാര്യം ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല നമ്മൾ ഈ പറഞ്ഞ ചെയ്യണം. ഇപ്പൊ ഞാൻ ചെയ്ത ഒരുപാട് ക്ലയൻസ്, അതായത് ഈ ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും, ഇതൊരു കോഴ്സ് പോലെ. അതായത് 6 മാസം മുമ്പ്, ഒരു കല്യാണത്തിന് 6 മാസം മുമ്പേ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കളർ പാലറ്റ് ചോദിക്കണം, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവരും പഠിക്കണേ ഇതനുസരിച്ച് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു വെഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്താ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫ്ലവറിനെ കുറിച്ച് പറയണേ, നമ്മൾക്ക് ഇന്ന ഫ്ലവർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അവരും പഠിക്കണേത് ആക്ച്വലി. ഈ വെഡിങ് പ്രോസസ്സ്, അതായത് വെഡിങ് കഴിഞ്ഞിട്ട് എനിക്കറിയുന്ന, പേഴ്സണലി അറിയുന്ന ഒരുപാട് ബ്രൈഡ്സ് ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിനെ കുറിച്ച് പഠിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ അറിയാം. പിന്നെ ബാക്കി അവരുടെ നോളജും, പിന്നെ അവര് ചിലപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവരായിരിക്കാം. സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഞാൻ അതാണ് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ടല്ല എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ താല്പര്യം. ഇവൻ ക്യൂറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ആസ്പെക്റ്റിലും എല്ലാത്തിനെ കുറിച്ചും മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പൊ എന്റെ അടുത്ത് ക്ലയന്റ് വന്ന് ചോദിക്കണേണ്, ജുബിനെ ഇപ്പൊ നമുക്ക് ഒരു പരിപാടി, അതായത് സ്റ്റേജിന്റെ ഡെക്കോർ സൈഡ് അല്ലാണ്ട് നമുക്കിത് ഒരു ഫുൾ ടീമിന്, അതായത് ഫ്രം എയർപോർട്ട് ടു എല്ലാ കാര്യത്തിലും നമുക്ക് ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ എല്ലാത്തെ കുറിച്ച്. അപ്പൊ ഞാനൊരു ട്രാവലിംഗ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ആയിട്ടുള്ള ഏത് നല്ല ഹോട്ടൽസ്, സ്റ്റേ നല്ലത് എവിടെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാത്തെ കുറിച്ച് നോളജ് വേണം. അതുപോലെ തന്നെ എന്റെ അടുത്ത് ചോദിക്കണേ ഒരു നല്ലൊരു ബാൻഡ് വേണം കേട്ടോ നമ്മുടെ പരിപാടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഏതോ ഗാനമേള ടീമിനെ വെച്ചെടുത്ത കാര്യമില്ലല്ലോ, വെറുതെ എന്റെ റെപ്യൂട്ടേഷനും ബാധിക്കും. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഇത് കേൾക്കണം. അപ്പൊ ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. ബാൻഡ് ഏതാണ് ഇപ്പൊ ട്രെൻഡ് എന്താണ്, മ്യൂസിക്സ് എന്താണ്, ഫോട്ടോഗ്രാഫേഴ്സിന്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പറയണം. അപ്പൊ നന്നായിട്ട് കാൻഡിഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ടീം ഏതാന്ന് വെച്ചാൽ ഞാനത്
വെറുതെ ഒരു ആ ഒരു നോളജ് ഇല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ട്രഡീഷണൽ ഫോട്ടോഗ്രാഫി എടുക്കുകയാണെങ്കിൽ ഒരാണ്. അപ്പൊ എല്ലാത്തിനെ കുറിച്ചും നോളജ് ഉണ്ടാവണം. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എനിക്ക് അത് പറ്റില്ല, അല്ലെങ്കിൽ എന്തിപ്പോ ഒരു എന്താ പറയപ്പോ അതിനകത്ത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ആ ക്ലയന്റിന്റെ കൂടെ ഉണ്ടാവാന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നീ അത് നേരത്തെ പറഞ്ഞപ്പോഴേ ഞാനും ആലോചിച്ചത്. കാരണം അതുവരെ ഞാൻ ശരിക്കും പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള പല ഇവന്റ്സും നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി അത് കണക്ട് ചെയ്തത്. കാരണം ഒരു സ്റ്റാർട്ട് തുടങ്ങി, ഈവൻ ഒരു ഹൽദിയുടെ സമയത്ത് തുടങ്ങി, ഈവൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള വർക്കിൽ തന്നെ ഒരു ഹൽദിയുടെ സമയം തുടങ്ങി ആ വെഡ്ഡിങ് തീരുന്നതിൻ്റെ അറ്റം വരെ ഒരു എൻ ടൈം വരെ ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും നിന്നെ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീം അവർ ചെയ്യുമ്പോൾ അവർ അവരുടെ വർക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഒന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് മൊത്തം നോക്കിയതിന് ശേഷം അവർ പോകും. പക്ഷെ നിന്റെ കേസിൽ ഞാൻ നോക്കിയിട്ടുള്ള ഓൾമോസ്റ്റ് ആ ഫുൾ ഡേ അല്ലെങ്കിൽ ആ ഫുൾ ഇവന്റ് തീരുന്നവരവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതാണ് എനിക്ക് എന്റെ സക്സസ് എന്ന് ഞാൻ പറയില്ല. ഞാൻ വെച്ചാൽ എനിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ക്ലയന്റ് മീറ്റിംഗിന് ഇരിക്കുകയാണ്. ക്ലയന്റ് എന്റെ അടുത്ത് ആദ്യം മുതലുള്ള കഥ മൊത്തം പറയാണ്. അതായത് ഇന്ന ഡെക്കോർ, നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന ചെയ്യുന്നു, അപ്പത്തേനും നമ്മുടെ എൻട്രി ഇങ്ങനെ ആയിരിക്കണം, അപ്പൊ നമ്മുടെ ഫുഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാം ഞാൻ കഥ മൊത്തം കേട്ടിട്ട് എന്റെ സ്റ്റാഫിനെയാണ് ഈ പരിപാടിക്ക് വിടണമെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കണം. അപ്പം അതൊക്കെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ. ആസ് എ ഡെക്കോറിന്റെ അല്ല ഡെമോ, അതിന് ക്രിയേറ്റീവ് സൈഡും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ പഠിക്കേണ്ടതും അതിനകത്ത് കുറച്ച് നോളജ് ഉണ്ടായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി ഡെക്കോർ ഒരു 50% ഞാൻ പറയുള്ളൂ, ഡെക്കോർ സൈഡും കാര്യങ്ങളെല്ലാം. ബാക്കി 50% മാനേജ്മെന്റ്, എക്സിക്യൂഷൻ, അവരൊരു വിഷൻ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതെ, കാരണം വെച്ചാൽ ഞാൻ ഓക്കെ ഒരു പരിപാടി എടുത്തിട്ട് ഞാൻ കയറി ശരി എല്ലാം സെറ്റ് ആക്കിക്കോളെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ എല്ലാവരുടെ സംസാരിക്കണം. ഈവൻ ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് സംസാരിക്കണം, അവിടുത്തെ കാറ്ററിംഗ് ആണ് അവരുടെ അടുത്ത് സംസാരിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് അന്നല്ല കേട്ടോ, നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു ടീം വർക്കാണ് ആക്ച്വലി ഇത്. അല്ലാണ്ട് ഇത് ഞാൻ മാത്രം ഇന്ന് പൊക്കിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ ഞാൻ എന്റെ കഴിവ് കൊണ്ടാണ് ഈ ഇവന്റ് സക്സസ്ഫുൾ, അങ്ങനെയല്ല. ഇത് എല്ലാവരുടെയും ഒരു ടീം വർക്കാണ് ശരിക്കും പറഞ്ഞ ഒരു മാരേജ് സക്സസ് ആവുന്നുള്ളത്. പല റീസൺ ഉണ്ടാവും. ഇപ്പൊ മാരേജിന് സേഫ്റ്റിയുടെ കാര്യങ്ങൾ ഒരുപാട് നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ക്യാൻഡിൽസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഡെക്കോസ് എത്ര 2-3 വെഡിങ്സിനൊക്കെ ഇതുപോലെ സാരി കത്തിയൊക്കെ പോയിട്ടുണ്ട്. അതായത് ആ ഒരു മൂമെന്റ് മതി മൊത്തം ആ ഫംഗ്ഷന്റെ ആ മൂഡ് മൊത്തം മാറാനായിട്ട്. അപ്പൊ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ എല്ലാം ഡെക്കോർ പരമായിട്ട് എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുത്തിക്കയറ്റുക അല്ലെങ്കിൽ അങ്ങനത്തെ, നമ്മൾ സേഫ്റ്റിയുടെ കാര്യം നോക്കണം. അവിടെ നിന്ന് വരുന്ന ക്രൗഡിന് ഈസി ആയിട്ട്, അതായത് അവർ വിളിക്കുന്ന ക്രൗഡ് വളരെ ക്ലീൻ ആയിട്ട് വന്ന് അവരെ കണ്ട് പരിപാടിയൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കംപ്ലൈന്റ്സ് ഇല്ലാണ്ട് പോയി എന്ന ക്ലയന്റ് പകുതി അല്ല മുഴുവനും ഹാപ്പിയാണ് ആക്ച്വലി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഒരു ദൈവത്തിന്റെ നേരം കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്തും, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു കല്യാണം നടത്താൻ വീട്ടിൽ നടത്താൻ എന്തോരം ടെൻഷൻ ഉണ്ടാവും. നമ്മളൊരു മാസം 2-3 കല്യാണം പിടിക്കുന്നുണ്ടാവും. ഈ 3 കല്യാണത്തിനെ ക്ലയന്റ് ഇതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇതിൽ വിളിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഇപ്പൊ തന്നത് ക്ലയന്റിന്റെ ലെവൽ നോക്കിയല്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ചില ക്ലയന്റ്സ് ഫിനാൻഷ്യലി ഭയങ്കര ഹൈ ആയിരിക്കും, ചിലപ്പോൾ ഒരു ക്ലയന്റ് ചിലപ്പോൾ താഴെ ആയിരിക്കും. എന്നും പറഞ്ഞ് നമ്മൾ കൂടുതൽ കാശനെ മാത്രം ഫോക്കസ് ചെയ്യണ ആ പരിപാടിയല്ല. നമ്മൾ ഒരു പരിപാടി ഏൽപ്പിക്കണം, അത് അവർ അത്ര ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ 100% നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണേ, നമ്മൾ ആ കല്യാണത്തിന് ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ ഉണ്ടാവണം എന്നുള്ളത്. കാര്യം ഇപ്പൊ ടെൻഷനായിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ അവർ ആദ്യം നോക്കണം നമ്മുടെ ഫേസ് നോക്കണം. നമ്മളെ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ടെൻഷൻ ആവും അവിടെ. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് സാറേ ഓക്കെ സാർ ഞാൻ എത്തിക്കാം അല്ലെങ്കിൽ ഞാൻ റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ അത് മതി ആക്ച്വലി. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ആക്ച്വലി. റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ അതാണ് എനിക്ക് ഒരു 50% എനിക്ക് എന്റെ അടുത്താണെങ്കിലും പേഴ്സണലി വേറെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളൊരു വെഡിങ് കമ്പനി നടത്തുന്നു, വൈ ഡു യു ഹാൻഡിൽ ഒരു ഇവന്റ് കൂടി ഒരുമിച്ച് ചേർത്ത് കൊണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് അത് ഇവന്റ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഇവന്റ് ക്യൂറേറ്റർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അത് വേറൊരു ലെവലിലേക്ക് ആണ് എനിക്ക് താല്പര്യം. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ മേഖലയിലും, അതായത് ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ്, ഫ്രം ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, സൗണ്ടിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം ഇപ്പൊ DJ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ പറയാം, ഒരു ബാൻഡ് വന്നു, ബാൻഡിന്റെ ഒരു ആൾ വിളിച്ചിട്ട് എന്നോട് ടെക് റൈഡ് ഇതാണ്, ഇന്ന ക്യൂബ്സ് വേണം അല്ലെങ്കിൽ ഇന്ന ഫീഡ്ബാക്ക് സ്പീക്കേഴ്സ് വേണം, ഇന്ന സ്പീക്കേഴ്സ് ആണ്. അപ്പൊ RCF എനിക്ക് അതിനെ കുറിച്ച് അറിയാവുന്ന ടെക്നിക്കൽ നോളജ്. ഇപ്പൊ അവർ അൺനെസസറി ആയിട്ട് കുറെ സാധനങ്ങൾ കുത്തി വെച്ച് കഴിയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ അതിന്റെ സ്പെക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് പല സ്ഥലത്ത് അറിയാം.
അറിയാൻ പാടാത്തതിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഞാൻ അറിയുന്നവരടുത്ത് പോയി ചോദിക്കും, നമുക്ക് ഇന്ന സാധനം ആവശ്യമുണ്ടോ. എല്ലാം തികഞ്ഞവരല്ലോ നമ്മളിപ്പോ. എനിക്ക് ഡിസൈനിങ്ങിൽ അത്ര വലിയ പുലിയൊന്നുമല്ല ഞാൻ. ആക്ച്വലി ഡിസൈനിങ് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ പുറത്തും ഇൻഹൗസ് ആയിട്ട് നമുക്കുള്ള ആൾക്കാരുണ്ട്. അല്ല, അതിനെ കറക്റ്റ് ആയിട്ട് നല്ലൊരു ഡിസൈനേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വേറെ ജോലി. നമ്മളിപ്പോ ഒരു സ്റ്റേജ് സബ്മിറ്റ് ചെയ്യുക, അപ്പൊ അവരുടെ അടുത്ത് ആദ്യം തൊട്ട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, ആക്ച്വലി നിങ്ങൾക്ക് എന്ത് തീമിലാണ് വേണ്ടത്. പലരും പല തീമിലും പറഞ്ഞിട്ടുണ്ട്. ചിലർ ഒട്ടകത്തിന്റെ മേളിൽ വരെ നിന്ന് വന്ന എൻട്രി വരെയൊക്കെ പറഞ്ഞ ടീമുകളുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ് ഈ പറഞ്ഞത്. അവര് കല്യാണത്തിന് എങ്ങനെയാണ് അവരുടെ ഡ്രീം ആയിരിക്കും ഇങ്ങനെ വന്ന എൻട്രി മൊത്തം പൂത്തിരി അല്ലെങ്കിൽ കൂൾ ഫയേഴ്സ് ഒക്കെ ഒക്കെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ഇതെല്ലാം പറയും. കുറെ റെഫറൻസ് കണ്ടിട്ട് ഇഷ്ടം പോലെ നമ്മളിപ്പോ ആക്ച്വലി ഇപ്പൊ ഐ തിങ്ക് ഞാൻ വേറൊരു ചെറിയ ഡൗട്ട് വെച്ചോട്ടെ സുബ്ര. അതിനകത്ത് ഞാൻ മിക്കപ്പോഴും ക്ലയൻസിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു ഡെക്കോർ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിക്സ് ചെയ്യുന്ന ടൈമില് നിങ്ങളുടെ ഡ്രസ്സിന്റെ കളേഴ്സും അത് ആ ഈ ഡെക്കോർ ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ പറഞ്ഞുതരും, അതായത് ഇതിനോട് മാച്ച് ചെയ്ത് പോകും, അങ്ങനെ എന്തെങ്കിലും. തീർച്ചയായിട്ടും അത് നമ്മൾ ഓൾറെഡി നമ്മൾ കളർ പാലറ്റിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഔട്ട്ഫിറ്റിന്റെ കാര്യം ചോദിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ചെയ്യണത് ഒരു റെഡും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അത് ക്ലയന്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു ഔട്ട്ഫിറ്റിന്റെ കാര്യം. ഇട്ടോണ്ടാണ് ഔട്ട്ഫിറ്റ് വല്ല ബ്ലൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനോട് സിങ്ക് ആവാത്തൊരു കളർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫോട്ടോഗ്രാഫിയിൽ ഇമ്പാക്ട് ചെയ്യും. അപ്പൊ നമ്മളിതെല്ലാം ഞാനിപ്പോ എനിക്ക് തോന്നുന്ന അത്യാവശ്യം എന്നെ ഏൽപ്പിക്കുന്ന വർക്കാണ് ഞാൻ അടുത്ത് ഒബിയസ്ലി ഞാൻ ചോദിക്കാറുണ്ട്, ഫോട്ടോഗ്രാഫി ആരാണ് ചെയ്യുന്നത്, കാറ്ററിംഗ് ആരാണ് ചെയ്യുന്നത്, മേക്കപ്പ് ആരാണ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്. ചോദിച്ചായിട്ട് ഇവരായിട്ടൊരു കോർഡിനേഷൻ എനിക്കുണ്ട്. കാര്യം എനിക്ക് അവരെ അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും, ബ്രോ ഇതാണ് ഞാനാണ് ചെയ്യുന്ന വെഡിങ്. അപ്പൊ അവരിങ്ങനെ പറയാൻ എടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈറ്റ്സ് എന്തൊക്കെ. ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സിന് എന്തായാലും സ്റ്റേജിന് വേണ്ട ലൈറ്റ്സ് എന്താണെന്നുള്ളത് ഇപ്പൊ ഇത്ര നാൾ എക്സ്പീരിയൻസ്. പാർക്കാൻ 64 വേണമെന്നുള്ളത് എനിക്കറിയാം. അവിടെ LED പാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിനകത്ത് റിഫ്ലക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ഫേസിന് ഷെയ്ഡിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇൻ കേസ് ഞാൻ പറയും ബ്രോ ഇതിനകത്ത് നിങ്ങൾ DJ ഉണ്ട്, അപ്പൊ DJയുടെ സമയത്ത് ലേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് അത് പ്രശ്നമാവും. ഫോട്ടോഗ്രാഫേഴ്സിന് വിളിച്ചിട്ട് ബ്രോ ഇന്ന ടൈമിലാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ടച്ചപ്പ് തൊട്ടുള്ള ഇത് കവർ ചെയ്യേണ്ട വരും. അപ്പൊ അവരുടെ എൻട്രി എത്ര മണിക്കാന്നുള്ളത് ഞാനാ പറയണത്. നിങ്ങൾ ഇന്ന ടൈം ആവും വന്നാൽ മതി, അപ്പോഴാണ് ടച്ചപ്പ് കഴിഞ്ഞ് മെയിനിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ ആ ടൈമിൽ കവർ ചെയ്യാനുള്ളത് നിങ്ങൾക്കൊന്ന് കവർ ചെയ്യാൻ പറയും. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് നോക്കി നിങ്ങൾക്ക് എത്ര ടൈം വേണം ഇൻഡിവിജ്വൽ ഫോട്ടോ അല്ലെങ്കിൽ കപ്പിൾ ഷൂട്ട് അല്ലെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ ആ ടൈമിൽ എടുക്കാനായിട്ട്. അപ്പൊ അത് പുള്ളി പറയുമ്പോഴത്തേക്കും ഞാൻ പറയുമ്പോൾ ഇത്ര ടൈമിനുള്ളിൽ പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തണ്ടേ, നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുമോ, ഈ ടൈമിൽ ഇത്ര ടൈം വരെ പോയാലാണ് ആ ട്രാഫിക് ഒക്കെ നോക്കിയിട്ട് ഇന്ന സമയത്ത് എത്താൻ പറ്റുള്ളൂ. ഇതെല്ലാം എല്ലാവരുമായിട്ട് സംസാരിച്ച് വന്നാലാണ് ഇത് കറക്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു അമ്മാവൻ വന്ന് ചിലപ്പോൾ വിളിച്ചോണ്ടോ മോനെ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഭാഗം. പക്ഷെ ഞാൻ അവിടെ സമ്മതിക്കില്ല. ഞാൻ എന്റെ ക്ലയന്റിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറയും, ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമ്മളൊരു ടൈം മാനേജ്മെന്റ് ഇതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഇന്ന കാറിൽ ഇന്ന വെഡിങ് കാർ ആണെങ്കിൽ ആ കാറിലേക്ക് കയറി പോവുക, ഇന്ന ടൈമിലൂടെ ഇത് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് വല്ല എന്തെങ്കിലുമൊക്കെ വല്ല ബ്ലോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ തിങ്ങി പോവുള്ളൂ. അല്ലാതെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുവരെ സക്സസ് ആണ് എന്റെ കാര്യം. ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഈ ഒരു പോർഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, അതായത് മിക്കപ്പോഴും ഒരു ഫാമിലി മെമ്പർ ആരെങ്കിലും വന്ന് കൂടുതൽ ഇന്റർഫെയർ ചെയ്യുന്ന സമയത്ത്, കാരണം ക്ലയന്റിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഈവൻ ഫോട്ടോഗ്രാഫി ആണെങ്കിലും, കാരണം നല്ല ഡെക്കോറും ഒരു ദിവസം അവർ ഇത്രയും പൈസ മുടക്കി നല്ലൊരു ഡെക്കോറും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ഫോട്ടോഗ്രാഫി ടീമിനെ ഏൽപ്പിച്ചിട്ട് ഇതിന് ഒരു ടൈം കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വന്നാൽ ഇത്രയും സമയം എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഫോട്ടോ എടുത്ത് വിടുക. അപ്പം ക്ലയന്റ് എക്സ്പെക്ട് ചെയ്ത ഒരു ഫോട്ടോസ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. ഇത്രയും നല്ല ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഒരു നല്ല ഫോട്ടോസ് പോലും കൊടുക്കാൻ പറ്റാറില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ അങ്ങനെയുള്ളവരുടെ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, ഇതിപ്പോ ഈ ഡെക്കോറും ഈ പറഞ്ഞ സെറ്റിങ്ങും ഇപ്പൊ മാത്രമേ ഉള്ളൂ. ഈ 8 മണിക്കൂർ 6 മണിക്കൂർ ഈ സാധനം പൊളിച്ചോണ്ട് ഞങ്ങൾ പോകും. പിന്നെ ഒരു മെമ്മറി എന്ന് പറയാനായിട്ട് ഈ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അതിനൊരു ടൈം നിങ്ങൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ചൂടൊക്കെ പോകും. 2 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അഭിനയം വിളിച്ച് ചോദിക്കും, ആ ഫോട്ടോ എന്താ ഇതെന്ത് ഇതിനകത്തൊന്നുമില്ലല്ലോ മോനെ. ഈ പറഞ്ഞ ആളവിടെ ഉണ്ടാവില്ല, ക്ലയന്റിനെ നിന്ന് ഡയറക്റ്റ് നല്ല കേൾക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അറിയാം ഞങ്ങൾ പറഞ്ഞാണ്, അപ്പൊ പറ്റൂല എന്നൊന്നോ അതൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. അപ്പൊ അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാം, നമ്മൾ അടുത്തും കള്ളം തള്ളോ അല്ലെങ്കിൽ തള്ളോ അങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നുമല്ല. നിന്നാ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ആൽബത്തിന്റെ സമയത്ത് വന്നിട്ട് ആ ഫോട്ടോ എന്ത് അല്ലെങ്കിൽ അത് എടുത്തില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈമലത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മളൊരു പ്രോപ്പർ
ഒരു ക്യൂ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് ക്ലയന്റിന്റെ സൈഡാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സിന്റെ സൈഡിലാണെങ്കിലും ഇവന്റിന്റെ സൈഡിലാണെങ്കിലും ഇതെല്ലാം അറിഞ്ഞിരുന്ന് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഒരാൾക്ക് ഈഗോ അടിച്ചാൽ മതി അവിടെ. ഫോട്ടോഗ്രാഫേഴ്സ് ചിലപ്പോൾ വല്ലോ ചെന്നൈന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവന്ന ടീം ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ നാട്ടിലുള്ള ഒരു ഇവന്റ് പ്ലാനർ, അവൻ നമ്മളെ കാണുന്നത് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും, അല്ല 12 മണിക്കാരെന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ കാണുന്നത്. അല്ല അങ്ങനെയായിരിക്കും അവന്റെ മൂഡ് അങ്ങനെ ആക്ച്വലി. അപ്പൊ നമ്മള് ഇപ്പൊ ബ്രോ ഇങ്ങനെ നമ്മള് മാക്സിമം താണ്, അവൻ ഇങ്ങനെ ഹെവി ആയിക്കോട്ടെ, അവനിപ്പോ ചിലപ്പോ സംഭവിക്കട്ടെ, അവൻ കോർഡിനേറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ഒറ്റൊരാൾ മതി ഇത് ആക്ച്വലി മൊത്തം തകർന്നു. അതുപോലെ തന്നെ കാറ്ററിംഗ് ആണെങ്കിലും ഇപ്പൊ ഫുഡിന്റെ സമയത്ത് ഞാൻ കൊടുക്കും, എനിക്ക് സമയത്ത് ഞാൻ പറ്റൊന്നുമില്ല, ക്രൗഡ് കൂടണ്ട, അത് നമ്മളെല്ലാം പറഞ്ഞ് ക്ലയന്റായിട്ട് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ട് പുള്ളി പോയി നേരത്തെ പോയി ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല, ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, എൻട്രി ഫെയിലിയർ വരും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അഭി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലയൻസ് കൊണ്ടുവരുന്ന സാധനം, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ്, എനിക്ക് UK-ലും ഒക്കെ അവിടെ എവിടെയൊക്കെയുള്ള അങ്ങനെ ക്ലയൻസ് വരാറുണ്ട്. അവർ അവിടുത്തെ പിക്ചറും കൊണ്ടുവരും. ഇവിടെ ബുക്ക് ചെയ്തേക്കണ വല്ല കല്യാണ ഓഡിറ്റോറിയം വല്ല ഓഡിറ്റോറിയം ഒക്കെ ഇവിടെ ബുക്ക് ചെയ്തേക്കണത്. അവൻ കൊണ്ടുവന്ന റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരീസിലെ അല്ലെങ്കിൽ അവിടുത്തെ സാധനമൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കും. ഇതുപോലത്തെ സാധനം നമുക്ക് ഇവിടെ വേണം എന്ന് പറയും. നാച്ചുറൽ ഫ്ലവേഴ്സും വേണം. അവിടെ കിട്ടുന്ന ഫ്ലവേഴ്സ് ഇവിടെ നമുക്ക് കിട്ടും, അതിന്റെ എക്സ്പെൻസ് അതായിരിക്കും. അന്ന് ഇവരുടെ ബഡ്ജറ്റും അത്ര ഉണ്ടാവില്ല, അന്ന് ഇവർക്ക് ഇതെല്ലാം വേണം. അങ്ങനെയുള്ള ക്ലയൻസിന്റെ അടുത്തൊക്കെയാണ് നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുണ്ട്. പക്ഷെ അവരെ നിരാശപ്പെടുത്തി വിടാറില്ല. നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് വെറുതെ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ ഒരു ബിൽഡപ്പ് കൊടുത്ത് അവർക്കൊരു ആശയം ഉണ്ടാക്കി ഇന്നപോലെ ആക്കും, ഇന്നപോലെ പറ്റാത്ത പരിപാടിയാണെങ്കിൽ പറ്റാറില്ല, അത് നമുക്ക് നടക്കില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയാം. അത് ഇന്ന ഫ്ലവേഴ്സ് നമുക്ക് അവൈലബിലിറ്റി, ഇന്ന ഫ്ലവേഴ്സ് കിട്ടും, അതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ട്, ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആദ്യമേ പറഞ്ഞ എക്സ്പെൻസിന് ബഡ്ജറ്റിങ്ങിന്റെ കേസ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഹെഡ്സപ്പ് കൊടുക്കുക. ഇപ്പൊ അഡീഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ ഒരു ചെറിയ എമൗണ്ട് കയറിയാൽ അതൊക്കെ ലാസ്റ്റ് തന്നെ കാര്യങ്ങളാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനത്തേക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ റെഫറൻസ് ഒക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള നമുക്ക് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ സെറ്റിങ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ എൻവയോൺമെന്റിന് പറ്റിയ സറൗണ്ടിങ്സ് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എനിക്ക് ഞാനിപ്പോൾ റീസെന്റ് കുറച്ച് മുന്നേ എടുത്തൊരു വെഡിങ്ങിൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരു ഡെക്കോറൊക്കെ ചെയ്തൊരു ഔട്ട്ഡോർ ഇവന്റ് പ്ലാൻ ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ ശരിക്കും അന്ന് ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നില്ല, മഴ പെയ്തൊരു അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്ലാനും പ്ലാൻ ബി എന്തായാലും വേണം. അത് പ്രത്യേകിച്ച് വെതറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് വേണം. കാര്യം മഴയുള്ള സമയങ്ങളിൽ കല്യാണങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എബ്രോഡിൽ നിന്ന് വരുന്ന ക്ലയൻസിന് ശരിക്കും നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അവർ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ കല്യാണം കൂടി പോയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ അത് വെതറിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോ എടുക്കുന്ന വെന്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതുണ്ട്. അപ്പൊ സാർ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഔട്ട്ഡോർ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കല്യാണത്തിന് അന്നല്ല പറയേണ്ടത്. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നാൽ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ, അപ്പൊ ക്ലയന്റ് പറയണേ ഇല്ല അത് നമുക്ക് എന്നോട് വെച്ച് കാണാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ. നമ്മളിത് മഴ പെയ്യുമ്പോൾ നമുക്ക് എന്നോട് വെച്ച് കാണാം എന്നല്ല പറഞ്ഞ വന്ന ക്ലയന്റ് പറഞ്ഞ ഇപ്പൊ നമുക്ക് എന്നോട് വെച്ച് കാണാം. ഞാൻ എന്നാലും ചോദിക്കും, നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു ഹാങ്ങർ ഇട്ട് കൊടുത്താലോ അല്ലെങ്കിൽ ഔട്ട്ഡോറിന്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ. അപ്പൊ ക്ലയന്റ് ഒന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പൊ ഹാങ്ങറിന്റെ ബഡ്ജറ്റ് എത്രയാണ്, അപ്പൊ ബഡ്ജറ്റിങ്ങിനകത്ത് അപ്പൊ അവർ മനസ്സിലാക്കും. ഓക്കെ അങ്ങനെയാണ് അപ്പൊ പുള്ളി ചിലപ്പോൾ പറയും ഇത് മറ്റേ പന്തലോലെ കിട്ടി കഴിഞ്ഞാൽ ഫുൾ കവർ. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് ഹാങ്ങേഴ്സ് അവൈലബിൾ ആണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ജർമ്മൻ ഹാങ്ങർ പല മെഷർമെന്റിലും പല ഇതിലൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ അതാ പറഞ്ഞ ഒരു ഇവന്റ് ക്യൂറേറ്റർ ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുന്നത് തന്നെ. ഞാനിതിപ്പോ എല്ലാത്തിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഫ്ലവറിനെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ DJ ആയിട്ട് ആദ്യം പരിപാടി തുടങ്ങിയത്. പിന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഫ്ലവേഴ്സിന്റെ പേര് വരെ പഠിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ക്ലയന്റ് അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, അല്ലെങ്കിൽ ഇന്നത് യൂസ് ചെയ്ത് കൊടുക്കാന്ന് അറിയാം. കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാത്തിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് എടുത്തിടും. ബെസ്റ്റ് ആണ്. നമുക്ക് ഇത് നന്നായിട്ട് വരിക എന്നാണ് നമുക്ക്. അല്ലാണ്ട് നമ്മളിത് മുമ്പിൽ നിന്ന് നമ്മൾ മാത്രമാണ് ഇതെല്ലാം സെറ്റപ്പോടെ ഇതെല്ലാം ചെയ്യണമെന്നല്ലല്ലോ. നമുക്ക് ഒരാള് ഇതിനെക്കുറിച്ച് അറിയാന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ആ
ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചോട്ടെ. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കളർ പാലറ്റാ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഇപ്പം ഈ കളർ പാലറ്റ്സിനെ പറ്റി കൂടുതൽ അറിവുള്ളവര് ക്ലയൻസ് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നണം. പക്ഷെ കുറെ സുബിൻ വർക്ക് ചെയ്യണ ഓൾറെഡി എനിക്ക് തോന്നണം അത്യാവശ്യം വേണ്ട എല്ലാ ബിഗ് ടീമായിട്ടും എനിക്ക് തോന്നണം ഈ നല്ല ഇൻഡസ്ട്രിയിലുള്ള നല്ല എല്ലാ ബിഗ് ബ്രാൻഡ്സിന്റെ വെഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നണം സുബിന്റെ ഒരു ഡെഡ് പോയിന്റ് നിന്നാണ് സുബിൻ രണ്ടാമത് റീസ്റ്റാർട്ട് തുടങ്ങിയത്. സുബിൻ ഓസ്റ്റിൻ വെഡിങ്സ് ബൈ സുബിൻ ഓസ്റ്റിൻ തുടങ്ങിയ ഒരു ഡെഡ് പോയിന്റ്. പണ്ട് എല്ലാവരും DJ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഒരു 2-3 വർഷം ആയിട്ടുള്ളൂ ഈ എന്റെ പേര് വെച്ച് ഒരു പ്ലാനർ, ഇവന്റ് മാനേജർ അല്ലെങ്കിൽ ഇവന്റ് ക്യൂറേറ്റർ എന്ന് പറഞ്ഞ ഒരു ക്യൂറേറ്റർ അല്ല, ഒരു ഇവന്റ് മാനേജർ എന്നുള്ള രീതിയിൽ അറിയാം. പണ്ട് DJ സുബിൻ അല്ലെങ്കിൽ DJ എന്ന് പറഞ്ഞിട്ടാണ് പിള്ളേരും വിളിക്കാൻ, ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഉണ്ടായത്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺവെർസേഷനിൽ ഒരു ഡെഡ് പോയിന്റിൽ നിന്ന് തുടങ്ങിയ ഒരു സ്റ്റാർട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? എന്താണ് ഒരു ഞാനിപ്പം എന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, എന്റെ പേരിലുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കമ്പനിയിലായിരുന്നു. അപ്പൊ അത് 2021 അവിടെ നിന്ന് ഇറങ്ങണത്, പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാണ്ട് എവിടെ തുടങ്ങും എന്ന് നിൽക്കണ ഒരു സീൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ ആ ടൈമിൽ വന്ന് ഹെൽപ്പ് ചെയ്തതെന്നല്ല പറയാൻ, എന്നെ ട്രസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലുമൊക്കെ തന്നെ അറിയാം വിശ്വസിച്ചിട്ട് എനിക്ക് തന്നാണ് സണ്ണി ഡയമണ്ട്സിലെ സാറ്, സണ്ണി സാറിന്റെ ഒരു സണ്ണി സാർ എന്നെ പോലെ ഒരു ദിവസം കാഷ്വലായിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഞാൻ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ട പുള്ളി എന്നെ വെറുതെ തമാശക്ക് എന്നെ ഒരു ദിവസം വിളിച്ചിങ്ങനെ, പണിയൊന്നും ഇല്ലല്ലേ ഇനിയിപ്പോ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞില്ല സാറേ അറിയില്ല എന്താ പ്ലാൻ എന്നറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അന്നാ വെറുതെ ഇരിക്കണമെങ്കിൽ കടയിലേക്ക് വന്നു, നമുക്ക് ഇന്ന് സംസാരിച്ചൊക്കെ എനിക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി അങ്ങനത്തെ ഒരു തമാശ വാട്ടിലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ കണ്ടയിലേക്കും വെച്ച് ബിസിനസ്സിൽ പുള്ളിനെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. സണ്ണി സാറിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്, പല കാര്യങ്ങളും. സണ്ണി സാറ് വന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ഒന്നുമല്ല എന്താ. അപ്പൊ എനിക്കിങ്ങനെ ഒരു സംഭവം എനിക്കിങ്ങനെ തന്നു പുള്ളി, ഞാൻ നിനക്കൊരു പ്രൊജക്ട് തന്നാൽ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പറഞ്ഞു. അല്ല കല്യാണം എന്നല്ല, ചെറിയൊരു കട ഉദ്ഘാടന പോലത്തെ പരിപാടിയായിരുന്നു. ഞാൻ സാറേ എന്ത് തന്നാലും ഞാൻ ചെയ്യുന്നു, ഉറപ്പാണോന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. അപ്പത്തേക്കാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പുണ്ട്, അപ്പൊ അതിന്റെ ഒരു നൈറ്റ് ഫെസ്റ്റിവൽ വെച്ചിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് ആക്ച്വലി. 2-3 ദിവസത്തെ പരിപാടിയാണ് ആക്ച്വലി. ഷോപ്പിംഗ് നൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് പരിപാടി, അതിന്റെ ഒരു പ്രൊജക്ട് എന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം കണ്ടന്റും കാര്യങ്ങളും ഡിസൈനും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് തന്നെ ഒരു 2-3 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ വന്നു. എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞ് എനിക്ക് പിന്നെ കരകയറാനുള്ള ഒരു സാധനമാണ് ദൈവമായിട്ട് തന്നേക്കണത്. അപ്പൊ ഞാൻ എൻ്റെ അറിയാവുന്ന ഡിസൈനേഴ്സിൻ്റെ അടുത്ത് പോയി അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു PPTയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ സാറിന്റെ ഓഫീസിൽ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാറേ അടിപൊളിയായിരിക്കും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പൊ കോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. സാർ ഞാൻ എനിക്ക് ഇത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല, സാറിന് ബഡ്ജറ്റ് ഒന്നും ഇല്ലാണ്ടല്ല സാർ ഇങ്ങനെ പരീക്ഷിപ്പിക്കാന്നുള്ള സംഭവമായിരുന്നു. ഞാൻ പറഞ്ഞ സാർ ഈ ബഡ്ജറ്റിലാണ് നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് ഫസ്റ്റ് പ്രൊജക്ട് തന്നെ കോർപ്പറേറ്റ് ഇവന്റ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ കോർപ്പറേറ്റും ചെയ്യുന്നുണ്ട്, വെഡിങ്ങും ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വെഡിങ്ങിലാണ്. എന്തായാലും അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. കോർപ്പറേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഫസ്റ്റ് ഒരു റീസ്റ്റാർട്ട് ചെയ്യാനോ ഒന്നേന്ന് തുടങ്ങുന്നതിനകത്ത് ഫസ്റ്റ് കോർപ്പറേറ്റ് തുടങ്ങിയത്. അങ്ങനെ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചെയ്ത് അത് വൻ സക്സസ് ആയിരുന്നു. സാറിന് നല്ല റീച്ച് കിട്ടി. സാർ എന്നെ ഒരുപാട് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് നിന്റെ എഫേർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാർ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു നിന്നെ ഞാനൊന്ന് കാണിക്കാൻ ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട്, ഒരു പ്രസ് മീറ്റിംഗ് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സാർ ഞാൻ മൈക്ക് വയ്ക്കും, അപ്പൊ നീ നൈസായിട്ട് മൈക്കായിട്ട് എന്റെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞു. ഞാൻ സാറേ എന്തിനാ സാറേ, ഇതാണ് നിനക്ക് ബുദ്ധിയില്ല അതാണ് പറഞ്ഞത്. ഞാൻ മൈക്ക് ചോദിക്കും. അപ്പൊ ശരിയാണ്, കാരണം വെച്ചാൽ ഏഷ്യാനെറ്റുള്ള എല്ലാ ചാനലുകളും നിരന്നിപ്പോണ്ട്. നമ്മുടെ മന്ത്രി റിയാസ് ഉണ്ട്. അപ്പൊ സാറ് അവിടെ ഇരിക്കുന്നു. അപ്പൊ സാറ് എൻ്റെ അടുത്ത് മൈക്ക് ഞാൻ മൈക്കായിട്ട് ചെല്ലുന്നു. അതേ ചാനൽ ഞാനാണ് ചെയ്യുന്നതെന്ന് കാണിക്കും. പുള്ളിക്ക് ഒരു ആവശ്യമില്ല എന്നെ അവിടെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പുള്ളിയുടെ നല്ല മനസ്സ് അത് ഞാൻ അല്ലേ ഒരു നിമിത്തമായിരുന്നു ആക്ച്വലി. അതാണ് കോർപ്പറേറ്റ് ഇവന്റിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി കോർപ്പറേറ്റ് ഇവന്റ് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ ചെയ്ത് പരിചയമുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്കും കൂടെ എന്നുള്ള ഫീൽ ആവുന്നപ്പോഴത്തേനും കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഒരു വെഡിങ് ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ട് ഉണ്ടായ കമ്പനിയിലെ വെബ് ഡെവലപ്പർ ആയിരുന്നു പുള്ളി. പക്ഷെ അതിന് മുമ്പ് എനിക്കറിയാം, ഞാൻ DJ അടിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചൊക്കെ അങ്ങനെ ചില്ല് ചെയ്താ. അവന്റെ കല്യാണം ആക്ച്വലി വേറൊരു ടീമിനെ ഏൽപ്പിച്ച, ഒരു ഇവന്റ് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് എന്നെ അറിയണം ഞാനിങ്ങനെ ഒരു പരിപാടി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല,
കമ്പനി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. പേര് വരെ തന്ന സണ്ണി സാറാണ് എനിക്ക് പേര് തന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സാറേ എനിക്ക് ഒരു കമ്പനിയുടെ പേര് തുടങ്ങണം. അപ്പൊ ഞാൻ കുറെ സജഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അമോർ ഇവന്റ്സ് അങ്ങനെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഇല്ലാത്തൊക്കെ പേര് തന്നു. സാറ് പറഞ്ഞു ഒരു പേരുമില്ല, നിന്റെ പേര് സുബിൻ, നിന്റെ കമ്പനിയുടെ പേര് വെഡിങ് ബൈ സുബിൻ ഓസ്റ്റിൻ, അത്രേ ഉള്ളൂ, വേറെ പേരൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറേ ശരിയാവുമെന്ന് പറഞ്ഞു. എടാ ഇതൊക്കെ തന്നെ എന്റെ ഒരു സണ്ണി, എന്റെ കടയുടെ ഒരു സണ്ണി ഡയമണ്ട്സ്, അതുപോലെ അവൻ പുള്ളി പറയണ രീതി വ്യത്യാസം. ഞാനിപ്പോ അതിനെ ഇതിലെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ പുള്ളി പോയിന്റ്. ഇപ്പൊ എന്നെ അന്വേഷിച്ചിട്ട് അവിടെ വന്നിട്ട് സണ്ണീനെ അന്വേഷിച്ച് വരുന്ന ആള് എന്നെ അന്വേഷിച്ചില്ല. അപ്പൊ എന്റെ പേര് പറഞ്ഞപ്പം സുബിൻ വിളിച്ചിട്ട് നിന്നെ അമൂർ ഇവൻസ് ആണെന്നല്ല സുബിനാണെന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ നീ നിന്റെ പേരിട്ടോ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ അതൊക്കെ ഒരു വേറെ സെഗ്മെന്റ് ആട്ടോ അവിടുന്ന്. പിന്നെ ഞാൻ മാറ്റാൻ പോകുന്നില്ല. ശരിയാണ് സാർ പറഞ്ഞാൽ ഓക്കെ, അത് എടുക്കേണ്ട ഒരു പോയിന്റ് ആണെന്ന് തോന്നി. അങ്ങനെ വെഡിങ് ബൈ സുബിൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കോൺവെർസേഷൻ. അതിന്റെ ഇടക്കാണ് ഡിസംബറിലാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ഇവന്റ് ചെയ്യുന്നത്. ജനുവരിയിലായപ്പോഴത്തേനും ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വേറെ എന്താ ആവശ്യത്തിന് വിളിച്ചവനെ, ഞാൻ ആളെ ഇങ്ങനെ പെട്ടിരിക്കണേണ്, എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആളെ എന്റെ കല്യാണമാണ് ജനുവരിയിൽ, പക്ഷെ ഞാൻ ഓൾറെഡി വേറൊരു ഇവന്റിനെ ഏൽപ്പിച്ചു പോയി എന്ന് പറഞ്ഞു. ഞാൻ സാറിന് അളിയാ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നും. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അളിയാ ഞാൻ അവനെ വിട്ട്, ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവന് എങ്ങനെയെങ്കിലും ഒന്നൊരു വെഡിങ്. അങ്ങനെ എനിക്ക് അവന്റെ വെഡിങ് എനിക്ക് തന്നു. മാരിയറ്റിൽ വെച്ചിട്ട് അനീഷ് മേനോൻ അവന്റെ പേര്, വെബ് ഡിസൈനറാണ്. ഇപ്പം ആള് US-ലൊക്കെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഡീപ് സിറ്റുവേഷനിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഫ്രണ്ട്സും എന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ മമ്മി, എന്റെ വൈഫ്, പിന്നെ ഒരു കസിൻ ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ഫ്രണ്ട്സ് തന്നെയാണ്. എനിക്ക് ഫ്രണ്ട്സ് സർക്കിളാണ് ഇഷ്ടം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ വിനോദം. എനിക്കതാണ് ഏറ്റവും താല്പര്യം. എനിക്ക് ആ ഒരു കണക്ഷനിൽ തന്നെ ഒരുപാട് വർക്ക്. എനിക്ക് നോയൽ ബിൽഡേഴ്സിന്റെ വെഡിങ് ഞാൻ നോയലിന്റെ വെഡിങ് ഞാനാ ചെയ്തത്. അതിനകത്ത് എനിക്ക് എന്റെ ഫ്രണ്ട് ഉണ്ട്, എന്റെ പണ്ട് തൊട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഷീബ, മെറിൻ അവളെ വിളിക്കണം. ഷീബയാണ് എനിക്ക് ആക്ച്വലി കാര്യം എന്റെ പണ്ടുണ്ടായ കമ്പനിനകത്താണ് നോയലിന്റെ ഒരു മോളുടെ ചിത്തുവിന്റെ വെഡിങ് ഞാൻ ചെയ്തത്. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴത്തേനും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നലുണ്ടായിരുന്നു അവര് വെഡിങ് ആയെന്ന് പറഞ്ഞപ്പോഴത്തേനും. അപ്പൊ എനിക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നോയലിന്റെ അടുത്തോട്ട് എനിക്ക് ആ വെഡിങ് അല്ലെങ്കിൽ ഞാനൊരു പ്രപ്പോസൽ തരട്ടെ എന്ന് പറയാനായിട്ട് എനിക്ക് പറഞ്ഞു. അപ്പൊ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് ഷീബയായിരുന്നു ആക്ച്വലി. ഇതെല്ലാം നമ്മുടെ സ്വന്തം, നമ്മൾ എത്രമാത്രം ആ ജോലിയിൽ പാഷനേറ്റ് ആണോ അത് മറ്റൊരാൾ തിരിച്ചറിയും, അത് ഉറപ്പുള്ള കാര്യമാണ്. സത്യമാണത് അല്ലേ? അല്ലാതെ നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. ആ ജോലിയിൽ നമ്മൾ പാഷനേറ്റ് ആണോ ഗ്രോത്ത് നമ്മൾ നോക്കും. നമ്മൾ എന്തോരം പൊങ്ങി താഴ്ന്നൊന്നും നോക്കിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആകെ ഡൗൺ ആയി പോകും. നമുക്ക് ചിലപ്പോൾ എത്ര മാസങ്ങൾ വർക്ക് ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്, എത്ര മാസം വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്കെയിലല്ല വേണം എനിക്ക്. ഞാൻ എൻജോയ് ചെയ്ത ഈ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് പറയാം, എനിക്കിപ്പോ ഒരു ക്ലയന്റ് ഒരു വെഡിങ് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ അവരൊരു ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെ എങ്ങനെ പോവുക. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ അത് നടക്കില്ല. അവിടെ കാർപ്പറ്റ് മടങ്ങിയിരിക്കണേ ഞാൻ മുട്ടുകുത്തിയാണെങ്കിൽ ഞാനത് നിവർത്തിയിടും. ഞാൻ അവിടെ അതൊന്നും ഞാൻ നോക്കാറില്ല, അങ്ങനത്തെ പരിപാടിയില്ല. ഇപ്പൊ സ്പീക്കർ ചുമക്കണമെങ്കിൽ ഞാൻ ചുമക്കും. എനിക്ക് അങ്ങനെ അത് ഞാൻ ഭയങ്കര ഇതായിട്ടല്ല. എനിക്ക് കാര്യങ്ങൾ നടന്നു പോകണം, എനിക്കതാണ് വേണ്ടത്. ഏറ്റവും ഇതിൽ നിന്ന് വന്നോണ്ട് നമുക്ക് ഇൻ ആൻഡ് ഔട്ട് അത് ചെയ്യണോണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അബിയുടെ അടുത്ത്, നമ്മള് ഫിനാൻഷ്യൽ ക്ലയന്റിന്റെ വലിയ സെറ്റപ്പും കാര്യങ്ങളും നോക്കിയിട്ട് വർക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ പല രീതിയിലും അത് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു നമുക്ക് വന്ന ക്ലയൻസ് എല്ലാം ഈക്വലാണ്, അത് വലുതായാലും ചെറുതായാലും. ഇപ്പൊ ബഡ്ജറ്റിങ്ങിനകത്തൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും, പക്ഷെ വർക്കിന്റെ ഔട്ട്പുട്ട് അവർക്ക് ചെയ്തോണ്ട് ഞാൻ സുബിൻ അതേപോലെ ബഡ്ജറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഒരു ക്ലയന്റ് എന്ന് പറയാണ് എന്റെ ഒരു ബഡ്ജറ്റ് ഇതാണ്, ഇത്ര ലാക്സ് ഒരു ബഡ്ജറ്റാണ് എൻ്റെ ഉള്ളത്. എനിക്ക് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. എന്റെ അടുത്ത് ഇപ്പൊ അഭി പറഞ്ഞ സുബിൻ നാളെ വരുമ്പോ ഒരു ബൊക്കയും മലയും കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിക്കും. എനിക്ക് അത്രേ ഉള്ളൂ, എനിക്ക് അങ്ങനത്തെ പരിപാടിയില്ല. ഞാൻ ഈ ബഡ്ജറ്റ് നോക്കിയല്ല വെഡിങ് എടുക്കണം. ഞാൻ എന്നെ വിളിക്കുന്ന എല്ലാ ക്ലയൻസിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ബഡ്ജറ്റ് പറഞ്ഞു. അതിപ്പോ മറ്റേ സാധനം കാണിച്ചിട്ട് ബാഹുബലിയുടെ സെറ്റപ്പ് ഇട്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ് സുബിനെ നമുക്ക് ആദ്യം 10,000 രൂപ ഉള്ളൂ പറഞ്ഞാൽ അത് നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. സാർ ഈ ബഡ്ജറ്റിൽ ഇന്ന പരിപാടിയൊക്കെ നടക്കും, നമുക്ക് ഇന്നൊക്കെ ചെയ്യാം. ക്ലയന്റിനെ മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ചിലപ്പോ ഡ്രൈ ഫ്ലവർ റെവല്യൂഷൻ വന്നത് ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ. കോവിഡിന് മുമ്പ് വരെ ഫുള്ള് ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ഡ്രൈ നല്ല ടൈമാണ്. ഫേക്ക് ഫ്ലവേഴ്സ് എന്ന് പറയാം. ഡ്രൈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ കിട്ടുന്ന ഉണക്കിയ അതിനാണ് ഡ്രൈ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇത് റെവല്യൂഷൻ ആക്കി. ഇപ്പൊ നമുക്ക് അത് ആ കോവിഡ് സമയത്താണ് ആക്ച്വലി
അതിന്റെ ഒരു ഇത് വന്നത്. കാരണം ഇന്റിമേറ്റ് വെഡിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. അപ്പൊ അവർക്ക് ബഡ്ജറ്റിൽ, കാരണം വെച്ചാൽ ആയക്കൂടി വന്ന കല്യാണത്തിന് വന്നേരം 25 പേര് 50 പേര്, അവർക്ക് വേണ്ടിയിട്ട് 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ സ്റ്റേജ് പണിയേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ആയക്കൂടി വന്നേക്കണത്. അപ്പൊ കോവിഡ് വലിയൊരു ബ്രേക്കിംഗ് ആയിരുന്നു. ഇപ്പൊ ഉള്ള റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫേക്ക് ഫ്ലവേഴ്സ് ആണ്. ആക്ച്വലി ആൾക്കാർക്ക് ലുക്ക് മതി, ഒറിജിനൽ ഫ്ലവേഴ്സ് വേണമെന്നില്ല, ഫോട്ടോഗ്രാഫി ഭംഗിയാ മതി. എന്നാ ബഡ്ജറ്റിംഗ് വെച്ച് നോക്കുമ്പോ എന്നാ ഓക്കെ ഫൈൻ, ബഡ്ജറ്റില് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്, നമുക്ക് ഏത് ബഡ്ജറ്റിലും വേണമെങ്കിൽ അത് വർക്ക് ചെയ്യാം. സെറ്റ് വർക്കിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമേ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പക്ഷെ ചിലവരുണ്ട് നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ ചെയ്യും, പക്ഷെ ഫ്രഷ് ഫ്ലവേഴ്സ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി ഈസ് ഡിഫറെന്റ്. അത് രണ്ടും ഡിഫറെന്റ് തന്നെ ക്വാളിറ്റി, ലുക്ക് വൈസ്. അത് കാണുന്നവന് അതിനെപ്പറ്റി അറിയുന്നവന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇത് പ്ലാസ്റ്റിക്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയാനായിട്ട് ഒറിജിനലിനെയും വെല്ലണ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. എക്സോട്ടിക് ടൈപ്പ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്ലൈന്റിന്. നമുക്ക് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാം എന്നുള്ള മൂഡാണെങ്കിൽ പരിപാടികൾ നടക്കില്ല. നമ്മൾ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് ക്ലയൻസിന് എടുത്ത് നമുക്ക് ഈ ബഡ്ജറ്റിലാണെങ്കിൽ ചെയ്യാൻ സാറേ. ഒരാളെ നമ്മൾ സങ്കടപ്പെടുത്തി വിടുന്നത് ഇപ്പൊ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് ചിലപ്പോൾ ആ വെഡിങ് അല്ലെങ്കിൽ ഈവന്റ് കിട്ടാണ്ട് പോവായിരിക്കും. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എല്ലാം അത് തന്നെ ചെയ്യുക. അതാണ് എന്റെ പാറ്റേൺ ഇപ്പൊ പോണത്. ശരി, ഓക്കെ, ബ്രേക്ക് എടുക്കണം. ഒറ്റ പീസ് തെളിയാം, അല്ലെങ്കിൽ അവിടെ പോയി പരിപാടി നടക്കൂല. പ്രത്യേകിച്ച് അബ്രോഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഗ്ലാസ് മറിഞ്ഞു കിടക്കണമെങ്കിലും അവന്റെ കാലിന്റെ ചോട്ടിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് സുഖ ഗ്ലാസ് നേരെ വെച്ചു ആയിട്ടുണ്ട്. ഇപ്പോഴും ഒരു 3 ദിവസം 4 ദിവസം മുന്നായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ തുടങ്ങണ്ട. ഫുൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ഫുൾ ഇപ്പൊ ചെയ്യണ പരിപാടി എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്റെ സ്കെയിലിൽ എനിക്ക് പറയാം. ഞാനൊരാൾ വിളിച്ചിട്ട് വെഡിങ് ഇന്ന ദിവസമാണ്, വെന്യൂ പോയി നോക്കണം. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വെന്യൂ സജസ്റ്റ് ചെയ്യാം. നോർത്ത് ഇന്ത്യൻസിനും നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആക്ച്വലി ഇത്ര റൂംസ് ആണെന്ന് പറയുമ്പോൾ അപ്പൊ ഇത്ര റൂംസ് ഉള്ള ഹോട്ടൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഹയാത്തിലാണെങ്കിലോ അല്ലെങ്കിൽ മലബാറിലാണെങ്കിലോ താജിലാണെങ്കിലും മെറിഡിയൻ ഹോട്ടൽ അവിടെയൊക്കെ എത്ര റൂംസ് ഉണ്ട് നമ്മൾ അവിടുത്തെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ചെയ്യും. അതായത് നമുക്ക് എല്ലാം കോൺടാക്ട്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പടയെന്ന് വിളിച്ചിട്ട് ബ്രോ ഇന്ന ടൈമിൽ ഇന്ന ഡേറ്റിൽ അവൈലബിലിറ്റി ഉണ്ട്, എത്ര റൂംസ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അവരെ വേണം, നമ്മൾ എന്തിനു ഡിലേ വന്നാൽ ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പ്രോപ്പർ റെസ്പോൺസ് അറ്റ് എ ടൈം എല്ലാം റെസ്പോൺസ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ ബിസി ആയിരിക്കും. നമ്മളെന്നാ അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ അവരടുത്ത ഇവന്റ് പ്ലാനോ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റിന്റെ കൂടെ പോകും. അവർ നമ്മൾ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കണം. വെച്ചാൽ നമ്മളെ ഹോട്ടൽസ് അവിടെ അറിയുന്ന ഒരാളുണ്ടാണ്, അവർ വിളിച്ചിട്ട് ഇന്ന ഡേറ്റ് നമുക്ക് എന്തൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെല്ലാം സംസാരിച്ച് ഇപ്പൊ ഞാൻ വെഡിങ്ങിന്റെ കാര്യങ്ങളുണ്ട്. ചില വെന്യൂല് നമ്മൾ ജനറേറ്റർ പുറത്തു നിർത്താൻ ഒരു കറണ്ട് വേണ്ടി അവിടെ തരത്തില്ല, അത് ക്ലൈന്റ് അറിയത്തില്ല. അപ്പൊ നമ്മൾ കോസ്റ്റിങ്ങിനകത്ത് ഇതുക ജനറേറ്റർ കഴിയുമ്പോഴത്തേക്കും ക്ലൈന്റ് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ജനറേറ്റർ നമ്മൾ വെന്യൂ ബുക്ക് ചെയ്യുന്നത് അവർക്കത് അറിയില്ല. അപ്പൊ ഇത്ര എമൗണ്ട് ജനറേറ്ററും ജനറേറ്ററിന്റെ ഫ്യൂവലും ജനറേറ്ററിന്റെ ഇൻസ്പെക്ഷൻ ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ പരിപാടികളുണ്ട്, കുറെ ഹോട്ടൽസിലുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് പിസ്റ്റ് ഓഫ് ആവും. ചിലവർക്ക് മനസ്സിലാവൂല, ഓക്കെ എന്തെങ്കിലും എന്തായാലും പോണേലെ പോട്ടെ എന്നുള്ള രീതിയിലെടുക്കും. ചിലർ ആ റീസൺ തന്നെ മതി ആ വെന്യൂ മാറ്റാനായിട്ട്. അപ്പൊ PPL പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കോർപ്പറേറ്റ് ഇവന്റ്സുകൾക്ക് നമുക്ക് എന്തായാലും PPL ലൈസൻസ് കിട്ടും. പക്ഷെ ഇപ്പൊ വെഡിങ്ങിന്റെ ഒരു പ്രശ്നം അങ്ങനെ വന്നു തുടങ്ങി. ഇപ്പൊ ഇല്ല, എന്നാലും DJക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15 രൂപ ബേസിക് ആയിട്ട് ഒരാൾക്ക് കൊടുത്താൽ മതിയായിരിക്കും. PPL ലൈസൻസ് എടുക്കണമെങ്കിൽ 1,00,000 രൂപ എടുക്കണം. അതായത് ഇന്ന പാട്ടുകൾ എടുക്കണമെങ്കിൽ, അതായത് ഇന്ന പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നത്, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള പൈറേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും പബ്ലിക് പെർഫോമൻസ് ലൈസൻസ് എടുക്കുന്നവർക്ക് പേ ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മള് സ്കീം വരുമ്പോഴത്തേനും 1,00,000 എന്ന് ആലോചിക്കും. അബിയൻ ഒരു കല്യാണം ഒരു DJ പരിപാടിയാണ്, രാത്രി പരിപാടി ചില്ലാക്കാന്ന് പറഞ്ഞിട്ട് DJനെ വിളിച്ച് DJക്ക് 15 രൂപ കൊടുത്ത് സൗണ്ട് വേണമെങ്കിൽ 10-30 രൂപ കൊടുത്തു എന്ന് ചോദിച്ചു. ഇതെല്ലാം പാട്ട് പ്ലേ ചെയ്യാനുള്ള പെർമിഷൻ 1,00,000 കൊടുക്കുമെന്ന് ഞാൻ ബ്രോ വെക്കോ, ഓബിയസ്ലി വെന്യൂ മാറ്റാൻ പറയും. ഇതില്ലാത്ത വെന്യൂലേക്ക് അങ്ങനെ നമ്മള് എല്ലാത്തിനെ കുറിച്ചും നമ്മളൊരാളുടെ അടുത്ത് പറയുമ്പോ അവസാനം പോയി പറയരുത് ഈ കാര്യം. നമ്മൾ നേരത്തെ അവരുടെ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്, ഉള്ളത് ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ഞാൻ വേറൊരു ഇതെന്ന് വെച്ചാൽ കാരണം മിക്കപ്പോഴും എനിക്കും പറ്റിയിട്ടുള്ളൊരു കാര്യം, കാരണം കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് വരാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു അപ്ഡേറ്റ് ആയിരിക്കും കൊടുക്കണം. അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ളൊരു സംഭവങ്ങൾ കൊടുക്കുമ്പോൾ പലപ്പോഴും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും പ്രശ്നവും. അപ്പോൾ അവർ വിചാരിക്കും നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ നമ്മൾ എക്സ്ക്യൂസ് അങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും ചില സമയത്ത് പാടാവാറില്ല.
അതെ ചില സ്ഥലത്ത് ആക്യുറേറ്റഡ് എല്ലാം പറയണം. പറയണം എന്നുള്ളതാണ് എന്റെ ഒരു ഇതതിനകത്ത്. ചില ക്ലയൻസിനും ഞാൻ പറയില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അഭി പറഞ്ഞ പോലെ നടന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞത് പറ്റാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്റെ ആസ്പെക്ടിൽ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് എന്നെ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്നെ ഒരു ക്ലയന്റ് വിളിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പഴും ചെയ്യുന്ന വെഡിങ് നമുക്ക് വെന്യൂ ഇങ്ങനെ വേണം ഇതാക്കി എല്ലാം നമ്മൾ അവിടെ അവർക്ക് ആദ്യമേ തന്നെ ഒരു എന്താ പറയാ HR കൊണ്ട് സബ്മിറ്റ് ചെയ്യൂല, അതുപോലത്തെ പ്രോസസ്സാണ് ആക്ച്വലി. നമ്മൾ ഈ പറഞ്ഞ വെന്യൂവിനെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് പോയി കണ്ട് വെന്യൂ കണ്ട് ഓക്കെ അതിനെ താമസിക്കാം, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ അവസാനം ഇതെല്ലാം പറഞ്ഞ് കൊടുത്തെന്ന് വിചാരിക്കും. ഒരു പ്രപ്പോസലെല്ലാം ഇതൊക്കെ വെച്ചെല്ലാം കൊടുത്തു, നമ്മുടെ ബഡ്ജറ്റ് ഇത്ര ഇവരെല്ലാം ഇതിനെ കുറിച്ച് മനസ്സിലായി. ഓക്കെ ഈ കാശ് ഇത്ര കൂടുതൽ ചെയ്ത് ഇപ്പൊ ബഡ്ജറ്റിലുള്ള ഇത്ര പോകില്ല നമുക്ക് നോക്കാം. ഇവർ വേറെ ഇതുപോലെ തന്നെ പാരലി വേറെ ഡിവിൻ്റെ പക്ഷെ ഇവർക്ക് പറയാം ഓൾറെഡി ഞാനൊരു സാധനം PPT ആയിട്ട് കൊണ്ടുവരണം, അപ്പൊ ഇന്ന റൂം ഇന്ന പോലെയൊക്കെ ചെയ്യണമെങ്കിൽ എത്ര ഇത് നോക്കിയിട്ട് അവിടെ നിന്ന് ഒരു സാധനം എടുത്താൽ മതി, നമുക്ക് എങ്ങനെയെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓൾറെഡി നമ്മുടെ ഔട്ട് എടുത്ത് പിന്നെ അവർ വേറെ ടീമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്മൾ ചിലപ്പോൾ ഫ്രഷ് ഫ്ലവറിലേക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ അത്യാവശ്യം ആ ലെവലിലുള്ള ടീമുകളിലേക്കും സാധനം ചെയ്തേക്കണം. ഇപ്പൊ ഒരു നോർമൽ ഒരു ടീമിന്റെ അടുത്ത് അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്ത ഒരു വന്ന ടീം ഇവിടെ ലോക്കലി ചെയ്യുന്നതിന്റെ അടുത്താണ് അതിനിപ്പോ സാധനം അവർക്ക് വർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പൊ അവർ അണ്ടർ കോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വിഷമം ഉണ്ടാവില്ലെന്നല്ല, നമ്മൾ ഇത്ര നടന്നിട്ട് ഇങ്ങനെ പറയും. ഇപ്പൊ ചിലവരൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ പ്രോസസ് ചെയ്യുന്നത്. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞാനൊരു വിശ്വാസത്തിന്റെ പേരിലാണ് എല്ലാം ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ഞാൻ എന്റെ അഡ്വാൻസ് വാങ്ങിക്കുന്നത് കല്യാണത്തിന്റെ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം മുമ്പായിരിക്കും. 6 മാസം മുമ്പേ പണി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ട്രസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ കഥ മൊത്തം കേട്ട് വേറെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടികളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ അറിയോ ഇല്ല വരുമോ എന്നുള്ളത് അങ്ങനെ നിൽക്കുന്നുണ്ട് ആക്ച്വലി. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണത്തിന് നമ്മൾ എല്ലാ കാര്യത്തിലും കയറി ഭയങ്കരമായിട്ട് ഇടപെട്ട് എല്ലാം നന്നായിട്ട് ചെയ്തു കൊടുത്ത് കാര്യം ബ്രോ നമ്മൾ എല്ലാം ചെയ്യണം. കേക്കിന്റെ ടീമുകളെ കേക്കിനെ കുറിച്ച് അവർ പറഞ്ഞ ഫോണ്ടൻ കേക്ക് അയക്കണം. നമുക്ക് ഇതിനെ പറ്റി അറിയില്ലെങ്കിൽ ആ ഫോണ്ടൻ കേക്ക് ആണെന്ന് ഫോണ്ടനാന്നുള്ള രീതിയിലല്ല. പിന്നെ കേക്കിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് നമ്മൾ കറക്റ്റായിട്ട് റെഫർ ചെയ്ത് കൊടുക്കുക, നമ്മൾ അവർക്ക് ബ്രീഫ് ചെയ്യുക, ഇതിന് ഡൈ എത്ര ഇത്ര ഹൈറ്റ് എത്ര. കാര്യം 40 ഇയർ കേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അതിന് പറ്റിയ എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ എന്തിന് ലാൻഡേൺസ് ഉറപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ലാൻഡേൺസ് ഉറപ്പിക്കുക. നമുക്ക് ലാൻഡേൺസ് പറപ്പിക്കാൻ പറ്റാത്ത മേഖലകൾ കുറെ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കയറി ആയിട്ടിട്ട് അത് പിന്നെ പണിയായിട്ട് ഈ സാധനം തന്നെ തെങ്ങിന്റെ മേളിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് തെങ്ങൊക്കെ നിന്ന് എത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഈ സാധനം കത്തിച്ചങ്ങ് വിടും, പെണ്ണും ചെക്കനും കയറി പോവും. അവരാരെ ചോദിക്കണത് അങ്ങനെ കല്യാണം നടത്തിയെന്ന് നോക്കിക്കോളൂ, അവനിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കിയും കണ്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞ ഒരു ഫോക്കസ് വേണം. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും എല്ലാത്തിനെ കുറിച്ച് അതാണ് എനിക്ക് തോന്നിയത്. റെസ്പോൺസിബിലിറ്റി ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞാൽ നമുക്ക് ഇവന്റ് മാനേജ്മെന്റിൽ റെസ്പോൺസിബിലിറ്റി ഒരു 50% റെസ്പോൺസിബിലിറ്റി ഡെക്കോറിന്റെ കാര്യങ്ങളിൽ ഉണ്ടാവണം. ചെയ്യുന്ന നമ്മൾ ഈ കാണിച്ച ഗ്രാഫിക്സ് അല്ലെങ്കിൽ നമ്മൾ ഐപാഡിൽ കാണിച്ച സാധനം അവിടെ ഡെലിവറി ചെയ്യണം പ്രോപ്പറായിട്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് വരെ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു ചെറിയ മിസ്റ്റേക്കിൽ വരെ പോയില്ല. എന്തോരം പേര് ചെറിയ ഒരു നമ്മൾ അത്രയും ദിവസം കഷ്ടപ്പെട്ടതെല്ലാം എന്താ പറയാ നമ്മള് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു സമയങ്ങളുടെ പ്രശ്നം കൊണ്ട് അതായത് ടൈം കൺസ്ട്രെയിന്റ് പ്രശ്നം കൊണ്ട് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നല്ല എമൗണ്ട് പൈസ തരാതിരുന്ന ക്ലയന്റുകളുണ്ട്. എന്റെ ഇപ്പോഴത്തെ അല്ല ഞാൻ പറഞ്ഞ എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിനകത്ത് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഹോള് ലേറ്റ് ആയിട്ട് കിട്ടി, ആ 15 വന്നതിന്റെ എൻട്രിയുടെ സമയത്ത് പോലും നമുക്ക് ഇത് പ്രൊഡക്ഷൻ ഇത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ഒരു 80 to 90% തീർന്നുണ്ടാവും. നമ്മൾ ക്ലയന്റ് അടുത്ത് പറയുന്നത് അത് എത്തി തീർക്കുന്നത് പക്ഷെ മനസ്സിലാക്കൂല. ഞാൻ നിന്നെ ഏൽപ്പിച്ച് തീർന്നില്ല, തരില്ല 5 പൈസ തരില്ല നമ്മൾ ടീമുകളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഓൾ ഇൻ ഗെയിം, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയും കുറെ എക്സ്പീരിയൻസുകൾ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറഞ്ഞു പല എക്സ്പീരിയൻസും നോക്കുന്നുണ്ട്. കോമഡി സീൻ പറയാൻ ഞാൻ പറഞ്ഞില്ല. ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് പുള്ളി വിളിച്ചു വരുത്തണേ എവിടെ നമ്മൾ ചോദിച്ച ക്ലയന്റ് സാറേ എല്ലാം ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ, എല്ലാം ഓക്കെ സൂപ്പറായിട്ട് പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. DJ ഒക്കെ തുടങ്ങി ഫുള്ളി റിട്ടാണ് ആ ഹോള് മൊത്തം. ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല. അപ്പത്തേനാണ് പുള്ളി ഫാമിലി ഡൈനിങ് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേനും ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഒരു കുളിയൊക്കെ പാസ്സായി കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും സാറ് പുള്ളി വിളിച്ചിട്ട് സുബിൻ എവിടെയാണ് ഇതെന്താണ് കാണുന്നത്? ഞാൻ ആകെ ടെൻഷൻ. സാറേ എന്ത് പറ്റി?
എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇത് ഇങ്ങനെ പറയണുള്ളൂ പുള്ളി, എന്താണ് exactly നമ്മള് വേഗം വണ്ടി എടുത്ത് 100 പോയിട്ട് അവിടെ ഹാളിലെത്തി ചെന്ന് സാറേ എന്താ പ്രശ്നം, ഇത് കാണാ കേക്കിന്റെ സ്റ്റാൻഡ് പറഞ്ഞില്ല, എന്താ പറയാ ഞാൻ സാറ് സ്റ്റാഫിനോട് പറഞ്ഞാൽ പോലെ ഞാൻ നിൽക്കാണ്ട് നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യണ്ടേ. പുള്ളി അത് വളരെ കൂളായിട്ട് പറഞ്ഞങ്ങ് പോയി. ഞാൻ എവിടെന്നാ വന്നേന്നുള്ളൊന്നും പുള്ളി ചിന്തിക്കും. ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അവർ ഓർത്ത് വെക്കണം. പുള്ളി അത് ആ പേയ്മെന്റ് തന്ന സമയത്തും പറഞ്ഞു നിങ്ങളവിടെ ഞാൻ രാവിലെ തൊട്ട് പുള്ളിയുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം, നമ്മളതെല്ലാം കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നടക്കുള്ളൂ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. നമ്മൾ ഈ പറഞ്ഞ ട്രെൻഡ് ഇപ്പൊ ഒരു പറയുകയാണെങ്കിൽ നമ്മളെല്ലാ ഡെക്കോറിന്റെ 6 മാസമായിട്ട് ഡെക്കോറിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇന്ന സാധനം എല്ലാം ഓക്കെ. കല്യാണത്തിന് ചിലപ്പോ ഒരു 2 ആഴ്ച മുമ്പായിരിക്കും പ്ലാൻ പൊളിച്ച നയൻതാരയുടെ കല്യാണമോ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ കല്യാണം വരും. അപ്പൊ ആ സാധനം പൊക്കിക്കൊണ്ട് വരും നമ്മുടെ അടുത്ത്. ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ അവര് കൊളാബിലായിരിക്കും ചെയ്യുന്ന പല കാര്യങ്ങളും പല സാധനത്തിലും. നമ്മളത് പിന്നെ ഇത് രണ്ടാമത് പൊളിച്ച് രണ്ടാമത് പിന്നെയും തുടങ്ങും ഈ സാധനം. ഇതിപ്പോ ഡെക്കോറിന്റെ അറിയില്ല, എൻട്രിയുടെ കാര്യമാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സ്ട്രെസ് കൊടുക്കും. ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റി പറയാനും പറ്റില്ല, കാരണം അപ്പൊ അവർ നെഗറ്റീവായിട്ട് അത് ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളൊരു പരിധിവരെ എല്ലാം ചെയ്തു വെച്ച് മെയിൽ അയച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പോഴും പല സമയത്ത് നമുക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പറയാൻ പറ്റാറില്ല. ഒട്ടും പറ്റില്ല. അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നമ്മളിതൊക്കെ ഉണ്ടായിട്ടാണ്. ഇപ്പൊ നാളെ ഇപ്പൊ ഇത് പഠിച്ച് നാളെ തന്നെ ഈവൻ പ്ലാനർ ആയിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞവരടുത്തൊക്കെ ഞാൻ പറയുന്നത് പെട്ടെന്നുള്ള പ്രോസസ് അല്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇതിപ്പോഴും എക്സ്പീരിയൻസ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാളൊക്കെ എത്ര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്നവരും ഇപ്പൊ ഇൻഡസ്ട്രിയിലുണ്ട്. ചിലവര് ഭയങ്കര പോപ്പുലർ, അവർക്ക് പേരൊന്നും വേണമെന്നില്ല, അവർക്ക് പരിപാടികൾ നന്ന ക്ലീൻ ആയിട്ട് നടന്നു മതി. അങ്ങനത്തെ ഒരുപാട് പേര് എനിക്കറിയാം. വെറുതെ പേര് കൊണ്ട് മാത്രം അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലത്തെ വലിയ കമ്പനികൾ ഒരുപാട് കേട്ട് പരിചയമുണ്ടാവും. ചില ഭാഗങ്ങളിലൊക്കെ തൃശ്ശൂർ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഇങ്ങനെ ഒരാളുണ്ട്, പുള്ളിനെ വിളിച്ച പരിപാടി നടക്കാം, അടിപൊളിയായിട്ട് പരിപാടി. കാരണം പുള്ളിക്ക് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇത്. കയറുമ്പോഴത്തേനും ഇപ്പൊ നമ്മുടെ അടുത്ത് ജസ്റ്റ് ഇപ്പൊ ആദ്യം വന്നിരിക്കുന്ന ദിവസം തന്നെ പറയുന്നത് നമുക്ക് അതേ കയറുമ്പോ നിലവിളക്ക് അല്ലെങ്കിൽ തിരി അവിടെ ഉണ്ടാവണോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോകുള്ളൂ. നമ്മൾ ചിലപ്പോ ഓർക്കുണ്ടാവൂല. എല്ലാം കല്യാണം അടിപൊളി സൂപ്പർ ആയിട്ട് പെണ്ണും ചെക്കനും കയറാൻ ഞാൻ പറയാം ആ തിരി എന്തി ഇവിടെ തിരി നമുക്ക് ഒന്നും പറഞ്ഞ അത് മാത്രം മതി അവിടെ മൊത്തം പൊളിഞ്ഞു പോകാനായിട്ട്. അതായത് പറഞ്ഞാൽ ഫ്രം ബിഗിനിങ് ടു എൻഡ് വരെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മള് അവിടെ ലൈവായിട്ട് ഉണ്ടാവണം. കാര്യം ഞാൻ പറയാം ഇത് വലിയൊരു ഒരു കാര്യം അവർക്ക് പറ്റാത്തതുകൊണ്ടല്ല, അവര് നമ്മളെ ഏൽപ്പിക്കുന്നതിന്റെ റീസൺ അവർക്ക് അന്ന് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് കാര്യങ്ങളെല്ലാം നടന്നു പോകണം. ഈ ടെൻഷൻ എടുക്കുന്നതിന്റെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു പേയ്മെന്റ്. ആ ടെൻഷനാണ് നമുക്ക് നല്ല ടെൻഷൻ. നമ്മുടെ അവരുടെ ഒരു വിഷ്വലൈസേഷൻ, അവരുടെ ഒരു ഡ്രീം കംപ്ലീറ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര അതാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഇവൻ മാനേജർ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ക്യൂറേറ്റർ അറിഞ്ഞോട് ഒരു ഇവൻ മേളകളാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി എല്ലാം തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം അത് നോ റെസ്പോൺസിബിലിറ്റി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. സോ വി റിയലി വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ വെഞ്ചേഴ്സ് എവറിത്തിങ്. എല്ലാ ഇവന്റ്സും ഇനി അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ചും വർക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. താങ്ക്സ്. ഓക്കെ, താങ്ക്സ് സോ മച്ച്.